കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. നമുക്ക് സർക്കിൾസ് അഥവാ വൃത്തങ്ങൾ എന്ന അധ്യായത്തിൽ നിന്ന് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാനുള്ളതാണ്. ഈ അധ്യായത്തിലെ കുറെ ചോദ്യങ്ങൾ സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്. ഈ ചോദ്യങ്ങൾ ഉത്തരം കണ്ടെത്തുന്നതിനായിട്ട് നമുക്ക് ചില ബേസിക് ഐഡിയാസ് വേണ്ടി വരും. ഈ ഐഡിയാസ് തരുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. കൂട്ടുകാരെ, നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യം പറയുന്നത് ആർക്ക് എന്ന ഒരു ഐഡിയ ആണ്. ആർക്ക് അഥവാ ചാപം എന്നുള്ള ആശയം. നമുക്ക് ആ ചിത്രത്തിൽ ഒരു വൃത്തം വരച്ചിരിക്കുന്നു. വൃത്തത്തിലെ പോയിന്റ്സ് ആണ് എ, ബി, സി, പി. ഇതില് എ, ബി, സി എന്ന പാർട്ട് ഓഫ് എ സർക്കിൾ, വൃത്തത്തിന്റെ ഭാഗം, അതിനെയാണ് ആർക്ക് എന്ന് വിളിക്കുന്നത്. അതുപോലെ ഇവിടെ മറ്റൊരാർക്കുണ്ട്, ബി, സി, പി എന്ന മറ്റൊരാർക്കുണ്ട്. ഇവിടെ വേറെയും ആർക്കുകളുണ്ട്. അപ്പോൾ ഒരു വള കഷ്ണങ്ങളായി മുറിഞ്ഞാൽ അതിൻ്റെ ഓരോ കഷണവും അതിനെ നമ്മൾ ചാപം അഥവാ ആർക്ക് എന്ന് സൂചിപ്പിക്കാം. അപ്പോൾ ആർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? പാർട്ട് ഓഫ് എ സർക്കിൾ ഈസ് കോൾഡ് ആൻ ആർക്ക്. അപ്പോൾ ഇവിടെ എ, ബി, സി എന്ന ഒരു ആർക്കുണ്ട്, എ, പി, സി എന്ന മറ്റൊരാർക്കുണ്ട്. ഈ രണ്ട് ആർക്കും കൂടെ ചേരുമ്പോൾ എന്താവും? ഒരു കംപ്ലീറ്റ് സർക്കിൾ ആവുന്നത് കൊണ്ട് നമുക്ക് എ, ബി, സി, എ, പി, സി എന്നീ രണ്ട് ചാപങ്ങളെ, രണ്ട് ആർക്കുകളെ ഓപ്പോസിറ്റ് ആർക്സ് അഥവാ കോംപ്ലിമെന്ററി ആർക്സ് എന്ന് നമുക്ക് വിളിക്കാം. എതിർ ചാപങ്ങൾ എന്ന് നമുക്ക് വിളിക്കാം. മനസ്സിലായല്ലോ? അപ്പൊ ആർക്ക് എന്താണെന്ന് പിടികിട്ടിയല്ലോ. അടുത്തതായിട്ട് ഈ ചിത്രത്തിൽ എ, ബി, സി എന്ന ഒരു ആംഗിൾ വരച്ചിരിക്കുന്നു. ആംഗിൾ എ, ബി, സി. ആംഗിൾ എ, ബി, സി. ഈ ആംഗിളിന്റെ പ്രത്യേകത എന്താണ്? ആർക്ക് എ, ബി, സിയിൽ ഇൻസ്ക്രൈബ് ചെയ്തിരിക്കുന്ന ആംഗിൾ ആണിത്. ആംഗിൾ എ, ബി, സി ഈസ് ഇൻസ്ക്രൈബ്ഡ് ഇൻ ദി ആർക്ക് എ, ബി, സി. അല്ലെങ്കിൽ ചാപം എ, ബി, സിയിലെ കോണാണ് കോൺ എ, ബി, സി. ചാപം എ, ബി, സിയിലെ കോണാണ് കോൺ എ, ബി, സി. ഓർ ആംഗിൾ എ, ബി, സി ഈസ് ഇൻസ്ക്രൈബ്ഡ് ഇൻ ദി ആർക്ക് എ, ബി, സി. ഇനി ഈ സെയിം ആർക്കിൽ, ഒരേ ചാപത്തിൽ എ, ബി, സി എന്ന ആർക്കിൽ ഇനിയും ആംഗിൾസ് നമുക്ക് ഇൻസ്ക്രൈബ് ചെയ്യാൻ സാധിക്കുമോ? സാധിക്കും. മെനി ആംഗിൾസ് ക്യാൻ ബി ഇൻസ്ക്രൈബ്ഡ് ഇൻ ആൻ ആർക്ക്. ഒരേ ചാപത്തിൽ അനേകം കോണുകളെ നമുക്ക് വരയ്ക്കാം. അതായത് മറ്റൊരു പോയിന്റ്, ഇവിടെ ഡി എന്ന ഒരു പോയിന്റ് എടുത്താൽ എ, ഡി, സി എന്ന ഒരു ആംഗിൾ, എ, ഡി, സി എന്ന മറ്റൊരു ആംഗിൾ എന്താണ്? ആംഗിൾ ഇൻസ്ക്രൈബ്ഡ് ഇൻ ദി ആർക്കാണ്. ഇനിയും വേറെയും വരയ്ക്കാം. ഇങ്ങനെ വരച്ചാൽ എ, ഇ, സി എന്ന ആംഗിൾ ഇൻസ്ക്രൈബ്ഡ് ഇൻ ദി ആർക്ക് എ, ബി, സി ഓർ ആർക്ക് എ, ഇ, സി. അങ്ങനെ ഈ സെയിം ആർക്കിൽ നമുക്ക് അനേകം ആംഗിൾസ് ഇൻസ്ക്രൈബ് ചെയ്യാം. പക്ഷേ ഒരു കണ്ടീഷനുണ്ട്. അതിന്റെ ഈ ആംഗിളിന്റെ വേർട്ടെക്സ് എന്നത് ഈ ആർക്കിന്റെ ഓപ്പോസിറ്റ് ആർക്കിൽ ആയിപ്പോകരുത്. അത് ഇങ്ങനെ ആയിപ്പോകരുത്. എ ഇങ്ങനെ വരയ്ക്കാൻ പാടില്ല. മനസ്സിലായല്ലോ? അപ്പുറത്തോട്ട് എങ്ങനെ വേണമെങ്കിലും വരയ്ക്കാം. ഇങ്ങനെയൊക്കെ വരയ്ക്കാം സിയിലേക്ക്. ഇതെല്ലാം എന്താണ്? ആംഗിൾ ഇൻസ്ക്രൈബ്ഡ് ഇൻ ദി സെയിം സെഗ്മെന്റ് അല്ലെങ്കിൽ സെയിം ആർക്ക്, ഒരേ ചാപത്തിലെ കോണുകളാണ്. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാവോ? ഒരേ ചാപത്തിലെ കോണുകളെല്ലാം തുല്യ അളവുള്ളവയായിരിക്കും. ആംഗിൾസ് ഇൻ ദി സെയിം സെഗ്മെന്റ് ആർ സെയിം. ഇത് 30 ഡിഗ്രി ആണെങ്കിൽ ഇതുമൊക്കെ 30 ഡിഗ്രി ആയിരിക്കും. ഇത് എത്ര ഡിഗ്രി ആണോ, ഇത് എക്സ് ഡിഗ്രി എന്നാണ് ഇതിനെ പറയുന്നതെങ്കിൽ ഇത് എല്ലാം എക്സ് ഡിഗ്രികളായിരിക്കും. അപ്പൊ അവിടുത്തെ കണ്ടീഷൻ എന്താണ്? വി ക്യാൻ ഡ്രോ മെനി ആംഗിൾസ് ഇൻ ആൻ ആർക്ക്. ആംഗിൾസ് ഇൻസ്ക്രൈബ്ഡ് ഇൻ ദ സെയിം സെഗ്മെന്റ് ആർ സെയിം. നമുക്ക് ഒരു ചാപത്തിൽ അനേകം കോണുകളെ വരയ്ക്കാം. ഒരേ ചാപത്തിൽ വരയ്ക്കുന്ന കോണുകളെല്ലാം തുല്യ അളവുള്ളവയായിരിക്കും. അപ്പൊ നമുക്കിനി ഏതെങ്കിലും ഒരു ചോദ്യങ്ങളൊക്കെ നോക്കുമ്പോൾ മനസ്സിലാവും, എയിൽ തുടങ്ങി സിയിൽ അവസാനിക്കുന്ന കോണുകളെല്ലാം, പക്ഷെ വേർട്ടെക്സ്, ആംഗിളിന്റെ ശീർഷം എവിടെയായിരിക്കണം? ആർക്കിലെ ഒരു പോയിന്റ് ആയിരിക്കണം. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ കാണുമ്പോൾ മനസ്സിലാവും, ആംഗിൾ എ, ഡി, സി, ആംഗിൾ എ, ഇ, സി, ആംഗിൾ എ, ബി, സി, ആംഗിൾ എ, എഫ്, സി എന്നൊക്കെ പറയുന്നതെല്ലാം എയിൽ തുടങ്ങി സിയിൽ അവസാനിക്കുന്നതും ആ ആർക്കിലെ ഒരു പോയിന്റ് വേർട്ടെക്സ് ആയി വരുന്ന ആംഗിൾസ് എല്ലാം സെയിം അളവായിരിക്കും. അപ്പൊ ഇതിന് 30 ആണെങ്കിൽ ഇത് 30 എന്ന് നമുക്ക് പറയാം. ഓക്കെ, ഐഡിയ കിട്ടിയല്ലോ. തേർഡ് പോയിന്റ്. മൂന്നാമത്തത്, ഈ ഇവിടെ നമ്മൾ പറഞ്ഞു നേരത്തെ, ഇത് എ, ബി, സി എന്ന ഒരു ആർക്കാണ്.
ഇവിടെ പി എന്ന പോയിന്റ് എടുത്താൽ അതിന്റെ ഓപ്പോസിറ്റ് ആർക്കാണ് എ പി സി എന്നും പറഞ്ഞു. അപ്പോൾ ഈ എ പി സിയുടെ ഡിഗ്രി മെഷർ എത്ര? വാട്ട് ഈസ് ദ ഡിഗ്രി മെഷർ ഓഫ് അൻ ആർക്ക്? ഒരു ആർക്കിന്റെ, ഒരു ചാപത്തിന്റെ കോണളവ് എത്ര? ഒരു ആർക്കിന്റെ ഡിഗ്രി അളവ് എത്ര? എന്ത് പറയാം നമുക്ക്? ഡിഗ്രി മെഷർ ഓഫ് ആൻ ആർക്ക് ഈസ് ദ മെഷർ ഓഫ് ഇറ്റ്സ് സെൻട്രൽ ആംഗിൾ. നമുക്ക് എ പി സിയുടെ ഡിഗ്രി അളവ് എത്ര എന്ന് ചോദിച്ചാൽ എന്ത് ചെയ്താൽ മതി? എയിൽ നിന്നും സിയിൽ നിന്നും സെന്ററിലേക്ക് വരയ്ക്കുന്ന എ ഒ സി വരയ്ക്കുക. എ ഒ സിയുടെ ഡിഗ്രി അളവ് എത്രയാണോ അത് തന്നെയാണ് എ പി സിയുടെ ഡിഗ്രി അളവ്. മനസ്സിലായല്ലോ? ആർക്ക് എ പി സിയുടെ ഡിഗ്രി അളവ് എന്നത് എന്തിനു തുല്യമാണ്? ആംഗിൾ എ ഒ സിക്ക് തുല്യമാണ്. ഡിഗ്രി മെഷർ ഓഫ് ആൻ ആർക്ക് ഈസ് ദി മെഷർ ഓഫ് ഇറ്റ്സ് സെൻട്രൽ ആംഗിൾ. ഒരു ചാപത്തിന്റെ കോണളവ് അതിന്റെ കേന്ദ്ര കോണളവിന് തുല്യമാണ്. മനസ്സിലായല്ലോ? അപ്പോൾ ആ ഐഡിയയും കിട്ടി. ഇനി ഈ ഒ എയും ഒ സിയും റേഡിയസുകളാണ്, ആരങ്ങളാണ്. അതുകൊണ്ട് നമ്മൾ ഇത് ജോയിൻ ചെയ്ത് വരച്ചാൽ ഈ കിട്ടുന്ന ട്രയാങ്കിൾ ഒ എ സി എന്ന ട്രയാങ്കിളിന്റെ പ്രത്യേകത എന്താണ്? ദാറ്റ് ഇസ് ആൻ ഐസോസെലസ് ട്രയാങ്കിൾ. അതൊരു സമപാർശ്വ ത്രികോണമായിരിക്കും. ഒ എയും ഒ സിയും തുല്യമായതുകൊണ്ട് അതൊരു സമപാർശ്വ ത്രികോണമായിരിക്കും. അപ്പോൾ ഇതും ഈ കാര്യം നമുക്ക് പലപ്പോഴും പ്രോബ്ലത്തിൽ ഉപയോഗിക്കേണ്ടി വരും. സമപാർശ്വ ത്രികോണത്തിന്റെ ഐസോസെലസ് ട്രയാങ്കിളിന്റെ പ്രോപ്പർട്ടി എന്താണ്? ബേസ് ആംഗിൾസ് ഓഫ് ആൻ ഐസോസെലസ് ട്രയാങ്കിൾ ആർ ഈക്വൽ. അപ്പൊ നമുക്ക് ഈ ആംഗിളും ഈക്വൽ ആണ്. കണ്ടോ? അപ്പൊ ഇങ്ങനെ ഒരു റേഡിയസ് വരച്ചുകൊണ്ട് രണ്ട് റേഡിയസുകൾ ചേർത്ത് ഒരു ട്രയാങ്കിൾ വരച്ചാൽ ആ ട്രയാങ്കിളിന്റെ പ്രത്യേകത അതൊരു ഐസോസെലസ് ട്രയാങ്കിൾ ആയിരിക്കും. അതിന്റെ ബേസ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. മനസ്സിലായല്ലോ? അപ്പൊ 3 ബേസിക് ഐഡിയാസ് ആണ്. ഇനി അടുത്തതായിട്ട് ഈ 3 ചിത്രങ്ങൾ, ഒരു ചിത്രം കൂടിയുണ്ട്. ഈ ചിത്രങ്ങളെല്ലാം നമുക്ക് പ്രോബ്ലം ചെയ്യാനായിട്ട് വളരെ ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മൾ നേരത്തെ പഠിച്ച കാര്യമാണ്. എന്താണ്? ആംഗിൾ ഇൻ ആൻ ആർക്ക് ഈസ് ഹാഫ് ദ മെഷർ ഓഫ് സെൻട്രൽ ആംഗിൾ ഓഫ് ഇറ്റ്സ് ഓപ്പോസിറ്റ് ആർക്ക്. ഒരു ചാപത്തിലെ കോണിന്റെ അളവ് അതിന്റെ ശിഷ്ടചാപത്തിന്റെ കേന്ദ്ര കോണളവിന്റെ പകുതിയായിരിക്കും എന്നുള്ള ഐഡിയ. അപ്പോൾ ഇവിടെ നോക്കുക, എ ബി സി എന്ന ഒരു ചാപം, ആർക്ക് എ ബി സി. ഇവിടെയുമുണ്ട് ആർക്ക് എ ബി സി, ഇവിടെയുമുണ്ട് ആർക്ക് എ ബി സി. ഓക്കെ അല്ലേ? എ ബി സിയിലെ കോൺ, ആംഗിൾ ഇൻ ആൻ ആർക്ക് എ ബി സി, എ ബി സിയിലെ കോണാണ് ഏത്? ആംഗിൾ എ ബി സി. ആർക്ക് എ ബി സിയിലെ കോണാണ് ആംഗിൾ എ ബി സി. Here angle ABC is inscribed in the arc ABC. Angle ABC is inscribed in the arc ABC. Here also angle ABC is inscribed in the arc ABC. ചാപം എ ബി സിയിലെ കോണാണ് കോൺ എ ബി സി. 3 ചിത്രങ്ങളിലും. ഇനി അടുത്തായിട്ട് ഒരു ചിത്രം കൂടിയുണ്ട്. അതും സെയിം തന്നെയാണ്. അതും കൂടെ വരക്കാം. ആർക്ക് ഇവിടെയാണ് ബി എന്ന പോയിന്റ്. അപ്പോ ആർക്ക് എ ബി സിയിലെ കോണാണ് ആംഗിൾ എ ബി സി. ആംഗിൾ എ ബി സി ഇൻസ്ക്രൈബ്ഡ് ഇൻ ദി ആർക്ക് എ ബി സി. ഓക്കെ അല്ലേ? അപ്പൊ ഈ 4 ചിത്രങ്ങളിലും 1, 2, 3, 4 ചിത്രങ്ങളിലും ഒരേ സെയിം കാര്യമാണ്. ആംഗിൾ എ ബി സി ഇസ് ഇൻസ്ക്രൈബ്ഡ് ഇൻ ദി ആർക്ക് എ ബി സി. ഇനി അടുത്ത പോയിന്റ്, എ ബി സി എന്ന ആർക്കിന്റെ ഓപ്പോസിറ്റ് ആർക്ക്, എതിർചാപം ഏതാണ്? എ പി സി ആണ്. എ ബി സിയുടെ ഓപ്പോസിറ്റ് ആർക്ക് എ പി സി, എ ബി സിയുടെ ഓപ്പോസിറ്റ് ആർക്ക് എ പി സി. ഓക്കെ ആണല്ലോ? ഇവിടെയും എ ബി സിയുടെ ഓപ്പോസിറ്റ് ആർക്ക് നമുക്ക് എ പി സി. കണ്ടോ? അപ്പൊ തിയറം എന്താണ്? ആംഗിൾ ഇൻസ്ക്രൈബ്ഡ് ഇൻ ആൻ ആർക്ക് ഈസ് ഹാഫ് ദ മെഷർ ഓഫ് സെൻട്രൽ ആംഗിൾ ഓഫ് ഇറ്റ്സ് ഓപ്പോസിറ്റ് ആർക്ക്. ഒരു ചാപത്തിലെ കോണിന്റെ അളവ് അതിന്റെ ശിഷ്ടചാപത്തിന്റെ കേന്ദ്ര കോണളവിന്റെ പകുതിയായിരിക്കും. അപ്പോൾ ഇത് എന്നത് ഓപ്പോസിറ്റ് ആർക്ക് എ പി സി ആണ്. അതിന്റെ സെൻട്രൽ ആംഗിൾ കേന്ദ്ര കോൺ എന്താണെന്ന് പറഞ്ഞു? ഇതിന്റെ പകുതിയായിരിക്കും. അതായത് ഇത് എക്സ് ആണെങ്കിൽ ഇത് 2x ആയിരിക്കും. ആ ചിത്രം നമ്മൾ മനസ്സിലേക്ക് വരണം. കണ്ടോ? ഇവിടെയും എ ബി സി എന്നത് എക്സ് ആണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ആർക്ക് എ പി സി, അതിന്റെ സെൻട്രൽ ആംഗിൾ ഇത് എ ഒ സി 2x ആയിരിക്കും. ഓക്കെ ആണല്ലോ? ഇവിടെയും അതുപോലെ തന്നെ എ ബി സി എന്ന ആംഗിൾ എ ബി സി എന്ന ആർക്കിൽ ഇൻസ്ക്രൈബ് ചെയ്തിരിക്കുന്നു. അതിന്റെ കോംപ്ലിമെന്ററി ആർക്കായ എ പി സി, അതിന്റെ സെൻട്രൽ ആംഗിൾ എ ഒ സി, അതിൽ 2x ആണെങ്കിൽ ഇത് x ആയിരിക്കും. കിട്ടിയല്ലോ? വീണ്ടും 4th ഫിഗറില്
ആംഗിൾ എ ബി സി ഈസ് ഇൻ ദി ആർക്ക് എ ബി സി. എ ബി സിയിലെ ആംഗിൾ ആണ് ആംഗിൾ എ ബി സി. എ ബി സിയുടെ ഓപ്പോസിറ്റ് ആർക്ക്, കോംപ്ലിമെന്ററി ആർക്ക് എ പി സി ആണ്. എ ബി സി എന്ന ചാപത്തിന്റെ എതിർചാപം എ പി സി ആണ്. അപ്പോൾ അതിന്റെ എ പി സി എന്ന ചാപത്തിന്റെ അളവ് ഏതാണ്? ഇതാണ്. കണ്ടോ? അപ്പൊ ഇത് എക്സ് ആയാൽ എവിടെയാണ് 2x? ഇത് 2x ആയിരിക്കും. കണ്ടോ? 4 ചിത്രങ്ങൾ നമ്മുടെ മനസ്സിൽ വളരെ ക്ലിയർ ആയിട്ടുണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ കുറെ പ്രോബ്ലംസ് നമുക്ക് സോൾവ് ചെയ്യാൻ സാധിക്കും. കണ്ടോ? എ ബി സി എ ഒ സി, എ ബി സി എ ഒ സി, എ ബി സി എ ഒ സി, എ ബി സി എ ഒ സി. ഇത് ഐഡിയ കിട്ടിയല്ലോ. അപ്പൊ ഈ കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ കൃത്യമായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് പ്രോബ്ലംസ് വളരെ ഭംഗിയായിട്ട് നമുക്ക് ലളിതമായിട്ട് സോൾവ് ചെയ്ത് പോകാനായിട്ട് നമുക്ക് സാധിക്കും. ഓക്കെ.